BJP കോർ കമ്മിറ്റി യോഗത്തിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും വിമർശനം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലം ശ്രദ്ധിച്ചാൽ പോരെന്നും മണ്ഡലം ശ്രദ്ധിച്ചവർ ജയിച്ചെന്നും കഴക്കൂട്ടവും ചാത്തനൂരും ഉദാഹരണമാണെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യോഗത്തിൽ പറഞ്ഞു. സഭയ്ക്കെതിരായ പരാമർശത്തിൽ PC ജോർജിനും ഷോൺ ജോർജിനും വിമർശനം. പരാമർശം അനവസരത്തിലെന്ന് നേതാക്കൾ വിലയിരുത്തി. റിനു ശ്രീധർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, എന്തൊക്കെ വലിയ വിമർശനങ്ങളാണോ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്? അമൃത, പ്രജിൻ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി തിരുവനന്തപുരം RRG ഭവനിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം ശോഭയ്ക്കും അതുപോലെ തന്നെ സുരേന്ദ്രനും ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ രൂക്ഷ വിമർശനമായി ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം ഈ കഴക്കൂട്ടവും ചാത്തന്നൂരും ഒക്കെ വിജയിച്ചു കയറാനുള്ള ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അത് ഈ നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിൽ ശ്രദ്ധ പുലർത്തിയത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ നേതാക്കന്മാർ ഈ മണ്ഡലം മാറി നിന്ന് മത്സരിക്കുന്നതിനെതിരെയാണ് രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉയർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒപ്പം ഷോൺ ജോർജിനും അതുപോലെ തന്നെ PC ജോർജിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്ന സഭയ്ക്കെതിരായിട്ടുള്ള പരാമർശം നടത്തിയത് പക്വതയില്ലായ്മയായി പോയി എന്നുള്ളതാണ് ഇവർക്കെതിരെ ഉയർന്ന ഒരു പരാമർശം. ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വിഹിതം ഇത്തവണ കൂടി എന്നുള്ള ഒരു കാര്യവും വിലയിരുത്തിയിട്ടുണ്ട് കോർ കമ്മിറ്റി യോഗത്തിൽ. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള S സുരേഷിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്. സംഘടനാ കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വിമർശനമായിട്ട് ഉയർന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നടക്കം S സുരേഷിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഒപ്പം ഔദ്യോഗിക പക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് K സുരേന്ദ്രനും V മുരളീധരനും രംഗത്ത് എത്തി. പാലക്കാടും തൃശൂർ വോട്ട് ചോർച്ച ഉണ്ടായി, അത് പരിശോധിക്കണമെന്നുള്ളൊരു കാര്യവും കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ നിയമസഭാ കക്ഷി നേതാവ് BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി V മുരളീധരനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം. നാളെ നടക്കുന്ന സമിതി യോഗത്തിന് ശേഷം മാത്രമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദേശീയ നേതൃത്വത്തിന്റെയും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് തന്നെ V മുരളീധരൻ നിയമസഭാ കക്ഷി നേതാവായി തുടരട്ടെ, നിയമസഭയിൽ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ആവശ്യമാണ് കോർ കമ്മിറ്റിയും മുന്നോട്ട് വെച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.